ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതത്തിൻ്റെ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും വലിയ മാറ്റങ്ങൾ തിരികൊളുത്തുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഓരോ മെസ്സേജും ഭയങ്കരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്നു എന്നുള്ള മെസ്സേജുകൾ എനിക്ക് കേൾക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. എല്ലാ മഹത്വവും എൻ്റെ അർക്കപ്പെട്ട കുഞ്ഞാടിന് സമർപ്പിക്കുന്നു. കേൾക്കുന്ന വചനം നമ്മൾ ഗ്രഹിച്ച് പ്രാപിച്ച് അതിൻ്റെ മേൽ നമ്മൾ വില കൊടുക്കുമ്പോൾ അതിലൂടെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ ഒഴുകുക തന്നെ ചെയ്യും. ദൈവം നമ്മളെ അത്ഭുതമാക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പലർക്കും ഞാനൊരു അത്ഭുതമായിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റത്തിന് തിരികൊളുത്തുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. പ്രതീക്ഷ അറ്റവരുണ്ടോ? അവൻ എല്ലാ വഴികളും അടഞ്ഞെന്ന് പറഞ്ഞ് അവൻ വിലപിക്കുന്നവരുണ്ടോ? ഇന്ന് നിങ്ങളെ ഓർത്ത് ദൈവം പറയുന്നു, യേശു പറയുന്നു, നിനക്കാരുമില്ല എന്ന് നീ പറയരുത്. നിനക്ക് യേശുവുണ്ട്. നീ അനാഥനല്ല, നീ അനാഥയല്ല. നിനക്കാരുമില്ല എന്ന് പറയരുത്. നിനക്ക് യേശുവുണ്ട്. ഈ ലോകത്തിലെ 820 കോടി ജനവും നിന്നെ വേണ്ട എന്ന് പറയുമ്പോഴും സ്വർഗം നിന്നെ നോക്കി വിളിച്ചു പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രി, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിനക്ക് യേശുവുണ്ട്, നിനക്ക് യേശുവുണ്ട്. ഈ ലോകത്തിൽ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും നിനക്ക് യേശുവുണ്ട്. ആ യേശുവിലേക്ക് നോക്കി ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിനക്കുണ്ടെങ്കിൽ നീ ഒരു അത്ഭുതമായി മാറും, നീ ഒരു അതിശയമായി തന്നെ മാറും. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ഞാൻ ദൂത് പറയുന്നുണ്ടല്ലോ, എല്ലാം തകർന്നിരിക്കുന്നവരുണ്ടോ, എല്ലാം തകർന്നു പോയെന്ന് പറഞ്ഞ് വിലപിക്കുന്നവരുണ്ടോ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സഹോദര സഹോദരി. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ അനുഗ്രഹിച്ച് ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എത്രയോ പേര് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ മക്കളെ ഓർത്ത് വിലപിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. എൻ്റെ മക്കൾ ഞാൻ പ്രതീക്ഷിച്ച് അത്രയും ഉയർന്നിട്ടില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കലേക്ക് നടന്നു വരുന്ന യേശുവുണ്ട്. ആ യേശുവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെ വാക്യങ്ങളാണ്. പക്ഷെ ഞാൻ അതിൻ്റെ 5-ാം വാക്യം വായിക്കുന്നു. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ആമേൻ, എനിക്ക് മുമ്പായി ഒരുത്തൻ വന്ന് ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ആമേൻ. ഇവിടെ ഇതാ വളരെ വ്യക്തമായി 38 വർഷക്കാലം രോഗത്താൽ ഭാരപ്പെട്ട് ഒരു കുളക്കരയിൽ കിടക്കുന്ന ഒരുവന്റെ കഥയാണ്. യേശു അവനെ കണ്ടു, യേശു അവനെ അറിഞ്ഞു, യേശു അവന്റെ സാഹചര്യത്തെ മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ആമേൻ, ഏറിയ കാലമായി അവൻ അസുഖമായി കിടക്കുന്നു എന്ന് അറിഞ്ഞ യേശു അവന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആമേൻ. അവൻ പറഞ്ഞു, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്നല്ല. ആമേൻ. അവൻ പറഞ്ഞത് കണ്ടോ, യജമാനന് വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ കൊണ്ട് ചെന്നാക്കുവാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിനക്കാരുമില്ലെങ്കിൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്, നിത്യപിതാവ് എന്നാണ്, വീരനാം ദൈവം എന്നാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ നിന്റെ അടുക്കൽ വരും. ഈ ലോകത്തിൽ ആരും നിനക്ക് ആശ്രയമില്ലെങ്കിലും എൻ്റെ യേശു നിനക്ക് ആശ്രയമാണ്. ആ യേശു നിന്റെ രക്ഷകനാണ്. ആ യേശു നിന്റെ കരുതലാണ്. ആ യേശു നിന്റെ ജീവനാണ്. ആ യേശു നിന്റെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമാണ്. ആ യേശുവിലേക്ക് ചാരി നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ആ 38 വർഷമായി രോഗിയായി കിടന്നവനെ അവന്റെ ദേശത്തിന്, അവന്റെ കുടുംബത്തിന്, അവന്റെ സഭയ്ക്കൊക്കെ ഒരു അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ നിന്നെയും ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അവന്റെ നിറവിൽ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവവചനത്തിൽ നീ സമർപ്പിക്കപ്പെടുന്നെങ്കിൽ നിശ്ചയമായും നിനക്കാരുമില്ല എന്ന് നീ പറയരുത്. നിനക്ക് യേശുവുണ്ട്. ആ യേശുവിന്റെ അത്ഭുതം നിന്നിലൂടെ വെളിപ്പെടട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.